ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 1 കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് 2.5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 4.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. വീതിയുള്ള ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗേറ്റ് തുറന്ന് കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഇവിടെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ വീടിന്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയായി ബബിൾസും ഇന്റർലോക്ക് കട്ടയും ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കാണാൻ കഴിയുക. അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഇനി നമുക്ക് നേരെ ഡോറിന്റെ ഭാഗത്തേക്ക് ചെല്ലാം. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയുമാണ്. ഫ്രണ്ട് ഡോറിന്റെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 2 ഭാഗത്തേക്കും ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോർ തുറന്ന് നേരെ നമുക്ക് ഇനി വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും കാണാം. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് വലിപ്പമുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. മനോഹരമായ ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഒരു മോഡേൺ സ്റ്റൈലിൽ ലഭിക്കുന്ന രീതിയിലുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടാതെ ക്രോക്കറി ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമാക്കി തന്നെയാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളും കാണാം. ഇവിടെ നിന്നും നമുക്കിനി നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് ചെല്ലാം. വുഡനും വൈറ്റും കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും അവിടെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വലത് സൈഡ് ഈ ഒരു കോർണറിലായി ഒരു ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചൺ കൂടാതെ മറ്റൊരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന സെക്കൻഡറി കിച്ചണും കാണാം. അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ഒരു കോർണറിലായി ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ വിൻഡോയും പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബാത്റൂമിന്റെ ഭാഗത്തേക്ക് വന്നാൽ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡും ജാഗോറുമാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. അതിന്റെ താഴെയായി പൂജാ റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലോ ചെറിയൊരു ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വുഡൻ ടോപ്പോട് കൂടി വരുന്ന ഹാൻഡ് റെയിൽ കാണാം. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഫസ്റ്റത്തെ ലാൻഡിലാണ് വീടിന്റെ 2ാമത്തെ ബെഡ്റൂം ലഭിക്കുക.
ഈ ഒരു ലാൻഡിങ്ങിലായി ഈ ഒരു ബെഡ്റൂം ലഭിക്കുന്നത് ഇതിന് ഏകദേശം 14.5 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും എല്ലാം നമുക്ക് കാണാം. വലിപ്പമുള്ളൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ബെഡ്റൂമിൽ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയും വലിപ്പമുള്ള ബാത്റൂം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും ബെഡ്റൂം കാണാനുണ്ട്. അത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഹോളിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. വലിപ്പമുള്ള ഒരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പം ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും കാണാം. നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിൽ മനോഹരമായൊരു TV യൂണിറ്റ് കാണാം. കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇവിടെയെല്ലാം കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. 4 ബാത്റൂമിനും നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മാണം. ഇനി വീടിൻ്റെ 4-ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 12.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ അതായത് മുകളിൽ ഫ്ലോറിലാണ്. അത് സ്റ്റെയർ വരുന്നത് വീടിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ്. കൂടാതെ ഇനി ബാൽക്കണിയിലേക്കും പോകാനുണ്ട്. അതിനു മുമ്പായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി 4.300 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,40,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.